യെസ്, എന്തായാലും തൃണമൂൽ കോൺഗ്രസ് UDF പ്രവേശനം കാത്തു കഴിയുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ചർച്ചകളൊക്കെ വളരെ സജീവമാകുന്നത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളിലേക്ക് കൂടെ കടക്കേണ്ടതുണ്ട്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അസ്ലം, ഇതിലേറ്റവും പ്രധാനമായിരിക്കുന്നത് ഇപ്പോഴും ഈ തൃണമൂലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ പ്രതീക്ഷിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് എന്ന ലേബലിൽ തന്നെ UDFിലേക്ക് പ്രവേശനം സാധ്യമാകുമെന്നാണ്. മറിച്ചാണെങ്കിൽ അതെന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് PV അൻവറിന്റെ കാര്യത്തിൽ അദ്ദേഹം എടുക്കേണ്ട ഒരു നിർണായക തീരുമാനമായിരിക്കും. പക്ഷേ ഒരു കാര്യം ഇതിൽ വ്യക്തമാണ്. ഇതിലിപ്പോൾ കോൺഗ്രസ് തിരിച്ചുപാതി വെക്കുമ്പോൾ അത് അൻവർ എത്രത്തോളം സ്വീകരിക്കുമെന്നറിയില്ല. പക്ഷേ അൻവർ ഇഫക്റ്റ് കേരള രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അൻവർ ഇഫക്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഗുണഭോക്താക്കൾ UDF ആണ് എന്നുള്ളത് കൂടെ ഈ അവസരത്തിൽ UDF ഒരുപക്ഷെ ഓർമ്മിക്കുമായിരിക്കും. എന്തായാലും അൻവറിന്റെ നിലപാടുകൾ തന്നെയാണ് ഇനി നിർണായകമാവുക. ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ അതിൽ PV അൻവർ എന്ന് പറയുന്ന ഫാക്ടറെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ മുന്നണി പ്രവേശന ആവശ്യം ഇവർ തൃണമൂൽ ശക്തമാക്കുന്നു, സമ്മർദ്ദം ശക്തമാക്കുന്നു. അതിനിടയ്ക്കാണ് കോൺഗ്രസിന്റെ നിലപാട്, അത് ഹൈക്കമാൻഡിൻ്റെതായ ഒരു നിലപാടുണ്ടെന്ന് പറയുന്നത്. തൃണമൂൽ എന്ന അർത്ഥത്തിൽ UDFിനെ UDFിൽ എടുക്കുന്നതിന് പരിമിതിയുണ്ട്. കാരണം ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന ഒരു പാർട്ടിയാണ് തൃണമൂൽ. പല ഘട്ടത്തിലും ബംഗാളിലൊക്കെ അറിയാൻ നേരിട്ട് ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഇതിൽ വളരെ എളുപ്പത്തിൽ തൃണമൂലിനെ കേരളത്തിൽ എടുക്കേണ്ട സാഹചര്യം. അതേസമയം PV അൻവർ എന്ന് പറഞ്ഞ ഫാക്ടറിനെ സഹകരിപ്പിക്കണം. അതുകൊണ്ട് തന്നെ PV അൻവറിന് സ്വന്തമായി തന്നെ വരാം. ഒന്നുകിൽ കേരള പാർട്ടി എന്ന അർത്ഥത്തിൽ രൂപീകരിച്ചുകൊണ്ട് വരാം, അല്ലെങ്കിൽ PV അൻവറിന്റെ വ്യക്തി എന്ന അർത്ഥത്തിലോ അല്ലെങ്കിൽ കൂട്ടായ്മ എന്ന അർത്ഥത്തിലോ സഹകരിപ്പിക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് പറയുന്നതിലൂടെ തൃണമൂൽ എന്ന അർത്ഥത്തിൽ PV അൻവറിന് UDF പ്രവേശനം സാധ്യമാകാത്തൊരു സാഹചര്യം, അതിന് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം നിലവിലുണ്ട്. ഒന്നുകിൽ PV അൻവർ ഇത് UDFിന്റെ ഈ പരിമിതി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഈ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു തീരുമാനത്തിലേക്ക്, ഒരു കേരള തൃണമൂൽ കോൺഗ്രസ് നടത്തിലേക്ക് മാറുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അല്ലെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കും? കാരണം PV അൻവറിന്റെ സമയത്തോളം പിണറായിസത്തെ തകർക്കുക, അല്ലെങ്കിൽ പിണറായി സർക്കാരിനെ താഴെ ഇറക്കുക, പിണറായി സർക്കാരിനെ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി കൊടുക്കുക എന്നതാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം രാഷ്ട്രീയമായി അദ്ദേഹത്തിന് നേട്ടമുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി അദ്ദേഹം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു സാങ്കേതികമായ പ്രശ്നം പറഞ്ഞുകൊണ്ട് UDFുമായി ഉടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും PV അൻവറും UDFും വ്യത്യസ്തമായി മത്സരിക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ LDF അവിടെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ PV അൻവർ ഉയർത്തിയ രാഷ്ട്രീയം തന്നെ പ്രസക്തി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ആ ഒരു റിസ്ക് കൂടെ പരിഗണിച്ചുകൊണ്ട് PV അൻവർ എന്ത് തീരുമാനമെടുക്കുമെന്നാണ് അറിയേണ്ടത്. എന്തായാലും കോൺഗ്രസ് ഒരു നിലപാടെടുത്തിരിക്കുന്നു. തൃണമൂൽ എന്ന അർത്ഥത്തിൽ പ്രവേശനമില്ല. UDFിന് കേരള പാർട്ടി എന്ന നിലയിൽ PV അൻവറിനെ പ്രവേശിപ്പിക്കുന്നതിൽ പ്രശ്നമല്ല, സഹകരിപ്പിക്കുന്നതിൽ പ്രശ്നമില്ലെങ്കിൽ ഒരു RMP ഒക്കെ സഹകരിക്കുന്നത് പോലെ തൃണമൂൽ എന്ന് പറയുന്നത് പുറത്തു നിൽക്കുകയും UDFുമായി സഹകരിക്കുകയും ചെയ്യുന്ന ഒരു സാധ്യത നമുക്ക് അങ്ങനെയും UDFിൽ സാധ്യതയുണ്ട്. നമുക്കറിയാം RMP എന്ന് പറയുന്നത് UDFിന്റെ ഭാഗമല്ല. അതേസമയം വടകരയിലെ MLAക്ക് UDF ആണ് പിന്തുണ നൽകുന്നത്. മാത്രമല്ല UDFുമായി സഹകരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ RMPക്ക് സ്വതന്ത്രമായ നിലപാടുകൾ പറയാനുള്ള അവകാശമുണ്ട്. ആ അർത്ഥത്തിൽ UDFുമായി സഹകരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ മുന്നോട്ട് പോവുക. UDF പ്രവേശനം എന്നുണ്ടെങ്കിൽ അത് തൃണമൂൽ കൊണ്ട് കഴിയില്ല എന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും നാളെ നടക്കുന്ന ചർച്ച വളരെ നിർണായകമാണ്. അതിൽ കോൺഗ്രസ് നേതാക്കൾ PV അൻവറോട് ഇക്കാര്യം പറയും. അതിൽ PV അൻവർ എന്ത് നിലപാടെടുക്കുന്നു, മാത്രമല്ല അതിനുശേഷം യോഗം ചേർന്നുകൊണ്ട് തൃണമൂൽ നിലപാടെടുക്കുന്നു അനുസരിച്ചിരിക്കും. എന്തായാലും നിർണായകമായ ചലനങ്ങളാണ് നടക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ഏറ്റവും കൃത്യമായി വരേണ്ട ഒരു കാര്യം നമുക്കറിയാവുന്നത് കാര്യം ഇക്കാര്യത്തിൽ PV അൻവറിനൊരു തീരുമാനമെടുക്കാൻ കഴിയും. കാരണം കോൺഗ്രസിന് തൃണമൂൽ കോൺഗ്രസിനെ കൂടി എടുക്കണമെങ്കിൽ അത് ഹൈക്കമാൻഡിന്റെ അടക്കം അനുമതിയൊക്കെ വേണം. ദേശീയ തലത്തിൽ അവരെടുക്കുന്ന നിലപാടുകളുമായൊക്കെ ബന്ധപ്പെട്ട വിയോജിപ്പുള്ള ഒരു സാഹചര്യത്തിൽ കൂടി അത് കഠിനമായ ഒരു പ്രോസസ് ആയിരിക്കും. അത് തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുക എന്നുള്ളത് അസാധ്യവുമാണ്. ഈ ഒരു അവസരത്തിൽ ഒരുപക്ഷെ അൻവർ മാറി ചിന്തിക്കാനുള്ള സാധ്യത ഒരുപക്ഷെ ഈ RMP ഒക്കെ പോലെ തന്നെ UDFിന്റെ ഭാഗമാകാതെ തന്നെ UDFിലേക്ക് പ്രവേശിക്കാതെ തന്നെ ഒരു പുറത്തുനിന്ന് നിരുപാധിക പിന്തുണ നൽകിക്കൊണ്ട്, നിരുപാധികം എന്ന് പറയുന്നില്ല, വിത്ത് ബെനിഫിറ്റോടുകൂടെ പിന്തുണ നൽകിക്കൊണ്ട് നിൽക്കുന്നതിനെ കുറിച്ചുകൂടെ അൻവർ ആലോചിക്കാനുള്ള ഒരു സാധ്യത കൂടെ കാണേണ്ടതുണ്ടല്ലേ? തീർച്ചയായും അത് ആ തീരുമാനം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ മാത്രം ബാധിക്കുന്നതല്ല, പകരം 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെയും UDFുമായിട്ടുള്ള സീറ്റ് ഷെയറിംഗിലേക്ക് പോകുമ്പോൾ ആ തീരുമാനം നിർണായകമായിരിക്കും. നമുക്കറിയാം RMPയുടെ MLA സ്ഥാനം മാത്രമല്ല പഞ്ചായത്തുകളിലും ഒരു ധാരണയുണ്ട്. അപ്പോൾ പോലും മുന്നണിയുടെ ഭാഗമല്ല. ഒരുപക്ഷെ ആ ഒരു സ്ട്രാറ്റജി എന്ന അർത്ഥത്തിൽ മുന്നണിയുടെ ഭാഗമല്ലാതെ നിന്നുകൊണ്ട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ മറ്റൊരു കേരള പാർട്ടി രൂപീകരിച്ചുകൊണ്ട്, നമുക്കറിയാം തൃണമൂൽ രൂപീകരിച്ചുകൊണ്ട് PV അൻവർ വന്നതല്ല, പകരം
PV അൻവറിന് നിലനിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ പല പാർട്ടികളെക്കുറിച്ച് DMK-യുമായി സഹകരിക്കാൻ തീരുമാനിച്ചു. അതിന് വിഘാതം നേരിട്ട തുടർന്നാണ് തൃണമൂൽ എന്ന പാർട്ടിയിലേക്ക് PV അൻവർ പോകുന്നത്. അതായത് PV അൻവറിന്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് തൃണമൂലിനെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ PV അൻവറിന് വേണമെങ്കിൽ അത്തരം മറ്റൊരു തീരുമാനമെടുക്കാം. പക്ഷേ ആ തീരുമാനമൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിനോടൊപ്പം ഉള്ളവർ എത്രത്തോളം ഇത് അവർക്ക് ദഹിക്കും, അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോകാൻ എത്രത്തോളം അദ്ദേഹത്തിന് രാഷ്ട്രീയമായി കഴിയുമെന്നുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. എന്തായാലും രണ്ട് ഓപ്ഷൻ PV അൻവറിന്റെ മുന്നിൽ എന്തായാലും ഉണ്ടാവും. ഒന്ന് RMPയെ പോലെ പുറത്തുനിന്ന് സഹകരിക്കുന്ന ഒരു പാർട്ടിയായി മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ വേറൊരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് UDF-ന്റെ ഭാഗമാവുക. എന്തായാലും ആ തീരുമാനത്തിലേക്ക് എത്തുമോ, അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ പ്രശ്നം പറഞ്ഞുകൊണ്ട് UDF-മായി വേറിട്ട് നിൽക്കാൻ PV അൻവർ തീരുമാനിക്കുക എന്നുള്ളത് ആണ് ഇനി നിർണായകമായ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം അനുസരിച്ചായിരിക്കും ഒരു പക്ഷേ നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ഫലം പോലും നിർണ്ണയിക്കപ്പെടുക എന്ന് പറയേണ്ടി വരും. ജിൽസി, തീർച്ചയായിട്ടും ഇനി അങ്ങനെ ആ രീതിയിൽ തന്നെയാണ് അൻവർ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളത് ഏറെ പ്രസക്തമാണ്. അത് തന്നെയായിരിക്കും ഇനിയിപ്പോൾ നാളെ നടക്കുന്ന ചർച്ചയിൽ അൻവർ ഈ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഉപാധികളോട് എങ്ങനെ പ്രതികരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. എത്രത്തോളം എളുപ്പമാണ് ഇവർ തമ്മിലുള്ള ഒരു UDF പ്രവേശനം അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള പിന്തുണയ്ക്കാനുള്ള തീരുമാനം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ.